അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണസമിതിയുടെ ദുർഭരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണയുമായി ബി.ജെ.പി. അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയാണ് കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ ധർണ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ഭരണസമിതിയുടെ ദുർഭരണം പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയുടെ നോക്കുകുത്തി നയം ഉൾപ്പെടെ ഉന്നയിച്ചായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബി.ജെ.പി. പ്രതിഷേധ ധർണ നടത്തിയത്. ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെയുള്ള നിയമനം, പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദുരുപയോഗിക്കുന്നത്, പദ്ധതി വിഹിതങ്ങൾ കൃത്യമായി വിനിയോഗിക്കാതിരിക്കൽ, തെരുവ് നായകളെ ഷെൽട്ടറിലടയ്ക്കുമെന്ന വാഗ്ദാനം ലംഘിക്കൽ, 87 നമ്പർ അംഗൻവാടിയിലെ വർക്കർ നിയമനത്തിലെ അലംഭാവം എന്നിവയും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ബി.ജെ.പി. എറണാകുളം മേഖലാ ജനറൽ സെക്രട്ടറി സേവിൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. കക്കാൻ കഴിയാവുന്നിടത്തോളമൊക്കെ തന്നെ കക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? ഈ പഞ്ചായത്തിന്റെ നിയമപരമായ സംവിധാനങ്ങൾ തെറ്റിച്ചു കൊണ്ടുപോകുവാൻ കഴിയാവുന്നിടത്തോളം എല്ലാ ശ്രമങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിഷയത്തെക്കുറിച്ച്, കാരണം കോൺഗ്രസിന്റെ ചരിത്രവും പാരമ്പര്യവും പരിശോധിക്കുമ്പോൾ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കോൺഗ്രസും അഴിമതി എന്ന് പറയുന്നത് ഒന്നല്ല, ഒരമ്മ പെറ്റ 2 മക്കളെ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 1-2 കാര്യങ്ങൾ മാത്രമാണ്. മറ്റ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ അകത്തെ വിഷയങ്ങളെ കുറിച്ചൊക്കെ തന്നെ രാജീവ് ഇവിടെ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, ഈ വൈദേശിക ഭരണകൂടം ഈ രാജ്യത്തെ കൊള്ളയടിച്ചതിലും വേഗത്തിലും ത്തിലും ഈ രാജ്യത്തെ കൊള്ളയടിച്ച കോൺഗ്രസുകാരന്റെ പാരമ്പര്യം, ആ കോൺഗ്രസിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ഭാരത മഹാരാജ്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അഴിമതി രഹിതമായി ഈ രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ, ഞാൻ ഭാരതീയ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും പറയുവാൻ വേണ്ടിയല്ല, കാരണം അത്തരമൊരു ശ്രമമൊക്കെ തന്നെ ഈ രാജ്യത്തിന്റെ പുരോഗതിയെ തടയുന്നതിന് വേണ്ടി, ജാഗൂരകരായിട്ടുള്ള ഈ രാജ്യത്തെ കട്ടുകൊള്ളയടിക്കുന്നതിന് വേണ്ടി സദാ ജാഗൂരകരായിരുന്ന കോൺഗ്രസുകാരനും ഇടതുപക്ഷക്കാരനും ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കാലങ്ങളിലും ശ്രമിച്ചിട്ടുള്ളതാണ്. ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് കണാറ അധ്യക്ഷനായി. പരിസര പഞ്ചായത്ത് എന്നുള്ള പദ്ധതി രൂപപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കാർഷിക മേഖലയെ സമുദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വന്നിരുന്നു. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 5 മാസക്കാലത്തിന്റെ കോൺഗ്രസിന്റെ ഭരണത്തിൽ ആ പദ്ധതി മുഴുവനും തകിടം മറിച്ചുകൊണ്ട് ആ പദ്ധതിയുടെ ഒരു ആവിഷ്കാരം എന്നുള്ള നിലയ്ക്ക്, അതിന്റെ പൂർത്തീകരണം എന്നുള്ള നിലയ്ക്ക് അവർക്കതിനെ പിന്തുടർന്ന് ചെയ്യാൻ വേണ്ടി ഒന്നും സാധിച്ചില്ല. അതിന്റെ ഫലമായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് പരിശേഖര പഞ്ചായത്ത് എന്നുള്ള വിപ്ലവം അത് നടപ്പാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംവിധാനത്തിന് സാധിച്ചില്ല. ഇത് ഈ ഒരു കാര്യം മാത്രമല്ല, ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് വരുന്ന നിയമനങ്ങൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് അത്തരത്തിലുള്ള താൽക്കാലിക നിയമനങ്ങൾ മുഴുവനും ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിന് രൂപപ്പെടുത്തിക്കൊണ്ടാണ് UDF എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P.N. സുനിൽ, ബി.ജെ.പി. ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് V. ശ്രീരാജ്, ബി.ജെ.പി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി T.V. ബബീഷ് എന്നിവർ സംസാരിച്ചു.